ഹലോ ഫ്രണ്ട്സ്, എക്സൽ ടിപ്സ് ആൻഡ് ട്യൂട്ടോറിയൽസ് എന്ന ചാനലിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മൾ കുറച്ച് ദിവസങ്ങളായിട്ട് എക്സലിലെ വളരെ ബേസിക് ആയിട്ടുള്ള ചെറിയ ചെറിയ ഫങ്ഷൻസാണ് പഠിച്ചുകൊണ്ടിരുന്നത്. ഇന്ന് നമ്മൾ ഒരു പടി മുന്നോട്ട് പോവുകയാണ്. തീരെ ബേസിക് അല്ല, എന്നാൽ തീരെ ഡിഫിക്കൽട്ടും അല്ല. ഒരു മീഡിയം ലെവൽ ഫങ്ഷൻ ബേസിക് ആണ്, പക്ഷേ അതിന് അപ്ലൈ ചെയ്യുന്ന രീതി ചെറിയൊരു ഡിഫറൻസ് ഉണ്ട്. അത് ഞാൻ കാണിച്ചുതരാം. അപ്പോൾ ഇന്നത്തെ ഫംഗ്ഷൻ നമ്മൾ പഠിക്കാൻ പോകുന്നത് വെച്ചാൽ ട്രാൻസ്പോസ് എന്ന ഫംഗ്ഷനാണ്. ട്രാൻസ്പോസ് എന്ന ഫംഗ്ഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ഒരു സെൽ റേഞ്ചിനെ നമ്മൾ ട്രാൻസ്പോസ് ചെയ്യുക. അതായത് ഇപ്പോൾ ഹൊറിസോണ്ടൽ സെല്ലാണെങ്കിൽ അത് ഞാൻ വെർട്ടിക്കൽ സെല്ലാക്കുക, അല്ലെങ്കിൽ വെർട്ടിക്കൽ റേഞ്ച് ഓഫ് സെൽസ് ആണെങ്കിൽ അത് ഞാൻ ഹൊറിസോണ്ടൽ സെൽസ് ആക്കുക. ഓക്കെ, അപ്പോൾ അത് എങ്ങനെയാണെന്നുള്ള അത് പലപ്പോഴും നമുക്ക് ആവശ്യം വരുന്നതാണ്. അപ്പോൾ അത് എങ്ങനെയാണെന്നുള്ള ഞാനൊരു എക്സാമ്പിൾ സഹിതം ഞാൻ കാണിച്ചു തരാം. ഓക്കെ, നമുക്കിവിടെ കുറച്ച് ഡാറ്റാസ് എൻ്റർ ചെയ്യാം. ഫോർ എക്സാമ്പിൾ സൺഡേ നമുക്ക് ഒരാഴ്ചത്തെ എല്ലാ ദിവസങ്ങളും രേഖപ്പെടുത്താം. ഓക്കെ, സൺഡേയിൽ നമുക്ക് എന്തെങ്കിലും ഫോർ പാർട്ടി ഒരു എന്തുവാ സൺഡേയിൽ അറ്റൻഡൻസ് ആയിരിക്കും, എത്ര പേര് വന്നുള്ളത്, 12, 16, 18. ഇതിപ്പോൾ ഒരു വെർട്ടിക്കൽ ഡാറ്റയാണ്. ഓക്കെ, വെർട്ടിക്കൽ ഫോമിലാണ് ഈ ഡാറ്റ കിടക്കുന്നത്. അതായത് സൺഡേ, മൺഡേ എന്നുള്ള രീതി, ആ ഒരു വെർട്ടിക്കൽ രീതിയിലാണിത് പ്രസൻറ്റ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇത് ഞാൻ നമ്മളെങ്ങനെ ഒരു ഹൊറിസോണ്ടൽ സെൽ ഓഫ് ഡാറ്റ ആക്കാമെന്നുള്ളതാണ് നമ്മളിപ്പം കാണാൻ പോകുന്നത്. നമുക്ക് ഇങ്ങോട്ട് സൈഡിലോട്ട് നീക്കാം ഇത്. ഓക്കെ, അപ്പം ഈ സൺഡേ എന്നുള്ള ഇവിടെ സൺഡേ, മൺഡേ, നമുക്ക് ശരിക്കും സൺഡേക്ക് നേരെ ഇപ്പുറത്ത് മൺഡേ വരണം, ഇപ്പുറത്ത് ട്യൂസ്ഡേ വരണം. ആ രീതിയിലുള്ള എങ്ങനെ സെല്ല് വരുത്താമെന്നുള്ളത് നോക്കണം. മാനുവലി ചെയ്യുന്ന അത്ര ഫീസിബിൾ അല്ല. കുറേ വലിയ ഡാറ്റ ആകുമ്പോൾ മാനുവലി ചെയ്യുന്ന അത്ര ഫീസിബിൾ അല്ല. അപ്പോൾ അതിനുള്ള ഫോർമുലയാണ് ട്രാൻസ്പോസ് ഫംഗ്ഷൻ. പക്ഷേ ആ ഫംഗ്ഷൻ അപ്ലൈ ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മൾ ആദ്യം ഇവിടെ എത്ര ഇതുണ്ട്, 1, 2, 3, 4, 5, 6, 7 സെൽസ്, ഇപ്പുറത്തും 7 സെൽസ്. അപ്പോൾ നമ്മൾ അതേ നമ്പർ ഓഫ് സെൽസ് ഈ ഹൊറിസോണ്ടൽ ഇതിൽ കൺവേർട്ട് ചെയ്യുന്നിടത്ത് സെലക്ട് ചെയ്യണം ആദ്യം. ഓക്കെ, 1, 2, 3, 4, 5, 6, 7. ഓക്കെ, ഒരു സെറ്റ് 7 ആയി. താഴോട്ടും വേണം 7. ഓക്കെ, മേളത്തെ ഇവിടെ സൺഡേ, മൺഡേ, ട്യൂസ്ഡേ, വെനസ്ഡേ, തേഴ്സ്ഡേ ടു സാറ്റർഡേ വരും. ഇനി താഴോട്ട് ആ നമ്പേഴ്സ് വരണം. അപ്പോൾ അതിന് താഴോട്ടും സെലക്ട് ചെയ്യുക. അപ്പം 7 × 7 സെൽസായി. ഇനി നമ്മൾ ഈ സെലക്ഷൻ കളയാതെ തന്നെ, സെലക്ഷൻ മാറ്റാതെ തന്നെ ഈക്വൽ സൈൻ ടൈപ്പ് ചെയ്യുക. കണ്ടോ, സെലക്ഷൻ അതുപോലെ അവിടെ ഇരിപ്പുണ്ട്. പിന്നെ ട്രാൻസ്പോസ് ഫംഗ്ഷൻ ടൈപ്പ് ചെയ്യുക. ട്രാൻസ്പോസ് ഓപ്പണിംഗ് ബ്രാക്കറ്റ്. ഓക്കെ, ഇനി നമുക്ക് എന്താണ് ട്രാൻസ്പോസ് ചെയ്യേണ്ടത്? ലെഫ്റ്റ് സൈഡിൽ കാണുന്ന വെർട്ടിക്കൽ സെൽസ് ആണ്. അപ്പോൾ അത് മൊത്തം സെലക്ട് ചെയ്യണം. സ്റ്റാർട്ടിങ് മുതൽ എൻഡ് വരെ സെലക്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് ട്രാൻസ്പോസ് ബ്രാക്കറ്റ് B3 to C9 ഫുൾ ഡാറ്റ നമ്മൾ സെലക്ട് ചെയ്തു. പിന്നെ ക്ലോസിംഗ് ബ്രാക്കറ്റ്. ഇനിയാണ് ഇവിടുത്തെ ഡിഫറൻസ് എന്ന് പറയുന്നത്. നമ്മൾ സാധാരണ ഓരോ ഫംഗ്ഷൻ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ, ഫംഗ്ഷൻ ടൈപ്പ് ചെയ്ത് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ കീബോർഡിലെ എൻ്റർ കീ പ്രസ് ചെയ്താണ് അത് ഫംഗ്ഷൻ റൺ ചെയ്യുന്നത്. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ ചെറിയ വ്യത്യാസമുണ്ട്. ഇവിടെ 3 കീ ഒരേ സമയം എൻ്റർ ചെയ്യുമ്പോഴാണ് ഈ ഫംഗ്ഷൻ്റെ റിസൾട്ട് കിട്ടത്തുള്ളൂ. ആദ്യം നമ്മൾ എന്ത് ചെയ്യേണ്ടത്, കൺട്രോൾ ഷിഫ്റ്റ് എൻ്റർ, ഈ 3 കീ കൂടെ യൂസ് ചെയ്യുമ്പോഴേ ഇതിൻ്റെ റിസൾട്ട് വരത്തുള്ളൂ. അപ്പോൾ ആദ്യം നമ്മൾ കൺട്രോൾ ഷിഫ്റ്റ് ചെയ്യുക, കൺട്രോൾ പ്രസ് ചെയ്യുക, പിന്നെ ഷിഫ്റ്റ് കീ പ്രസ് ചെയ്യുക. അപ്പോൾ കൺട്രോൾ വിടല്ലേ, കൺട്രോൾ കീ എന്ന് കൈ എടുക്കല്ലേ, അത് പ്രസ് ചെയ്തുകൊണ്ടിരിക്കണം. പിന്നെ മൂന്നാമത് എൻ്റർ കീ പ്രസ് ചെയ്യണം. എൻ്റർ കീ പ്രസ് ചെയ്യുമ്പം കൺട്രോളും ഷിഫ്റ്റും പ്രസ് ചെയ്തുകൊണ്ട് വേണം എൻ്റർ കീ പ്രസ് ചെയ്യാൻ. ഓക്കെ, അപ്പോൾ ഞാൻ എൻ്റർ കീ പ്രസ് ചെയ്യാൻ പോകണം. കണ്ടോ, എൻ്റർ കീ പ്രസ് ചെയ്തു. ഫുൾ ഡാറ്റ ഹൊറിസോണ്ടലായിട്ട് ഇവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. കണ്ടോ, അപ്പോൾ നിങ്ങൾക്ക് ഇതിപ്പം വെർട്ടിക്കലിനെ ഹൊറിസോണ്ടലാക്കുന്ന ഇപ്പോൾ ഇവിടെ കണ്ടത്. നിങ്ങൾക്ക് ഇതുപോലെ തന്നെ ഹൊറിസോണ്ടലിനെ വെർട്ടിക്കലാക്കാനും പറ്റും. അത് നേരെ തിരിച്ച് ചെയ്താൽ മതി. ഓക്കെ, വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമില്ല. അത് ഈസി ആയിട്ടത് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പം ഇത്രയേ ഉള്ളൂ ട്രാൻസ്പോസ് എന്നുള്ള ഫംഗ്ഷന്. ഓക്കെ, വളരെ ഈസി ആയിട്ടുള്ള ഫംഗ്ഷനാണ്. അപ്പം വീഡിയോ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യാൻ മറക്കല്ലേ. എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ കമൻറ്റിൽ നിങ്ങൾക്ക് രേഖപ്പെടുത്താവുന്നതാണ്. പിന്നെ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പുതിയ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്കത് നോട്ടിഫിക്കേഷനായിട്ട് വന്നുകൊണ്ടിരിക്കും. അപ്പോൾ ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നിടം വരെ പ്ലീസ് സ്റ്റേ ട്യൂൺഡ്. ബൈ.